ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളെ നാടൻ ഫുഡാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നാടൻ കറിയാണ്. അത് നാടൻ കറിയെന്ന് പറഞ്ഞോട്ടെ, പക്ഷേ നമ്മൾ ഇറച്ചിക്കറിനെ തോൽപ്പിക്കുന്ന ഒരു കറിയാണ്. ഇറച്ചിക്കറി ചിക്കൻ കറിനെക്കാട്ടിയൊക്കെ തോൽപ്പിക്കുന്ന ഒരു കറിയാണ്. ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ ചക്ക എവിടുന്നെങ്കിലും നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടാക്കും, എന്തായാലും ഉണ്ടാക്കും. ഒരു പ്രാവശ്യം തിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊക്കെ ഇപ്പോൾ പച്ചക്കറി പീടിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ നമ്മൾ നാട്ടുപുറത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പക്ഷേ ഇപ്പം പച്ചക്കറി പീടിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഞാൻ പച്ചക്കറി പീടിയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് പ്ലാത്തിച്ചക്ക എന്ന് പറയും, പിന്നെ കടിച്ചക്ക എന്നും പറയും. അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ ചക്കൻ്റെ പേരാണ്. നമ്മളിവിടെയൊക്കെ പറയുന്നത് പ്ലാത്തിച്ചക്കാണെന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതാ നല്ലപോലെ തോലൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ മുറിക്കുന്നില്ല അതേപോലെ മുറിച്ചിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില. ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായത് കേട്ടോ. നമ്മൾ ചിക്കൻ കറി വെക്കണ പോലെ തന്നെ ആട്ടോ ഇത് വെക്കണത്. കുക്കറിൽ വേണം വെക്കാൻ. ഞാൻ ഇപ്പോൾ ചട്ടിയിലാട്ടോ വെക്കണത്. അപ്പോൾ ചട്ടിയിലതാ അതിട്ടിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതും ഇട്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി മിക്സ് ആക്കാം കേട്ടോ. എണ്ണയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളത് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. വേറൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചാൽ മതി. എന്തായാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും ചേർക്കട്ടോ. അപ്പം ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് ചേർക്കാം. അപ്പോൾ ഇതാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ആവശ്യത്തിന് കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇത് വേവണം. ഉരുളക്കിഴങ്ങും നമുക്ക് കുക്കറിൽ വെക്കണമെങ്കിൽ കുക്കറിൽ വെക്കട്ടോ. പക്ഷെ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിലേക്ക് നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ അതാ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി വെക്കട്ടോ. എന്നിട്ട് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കട്ടോ. അപ്പോൾ ആ വേവണ സമയം നമ്മളിതാ വറുത്തരക്കാണ് കേട്ടോ ചെയ്യുന്നത്. തേങ്ങ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പട്ട ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പെരുംജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ നല്ലപോലെ വറുക്കുകയാണ് കേട്ടോ. നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കൂലേ അതേപോലെ നല്ലപോലെ ഒന്ന് വറുക്കുക. എല്ലാം ഇട്ടിട്ടൊന്ന് വറുക്കുക കേട്ടോ. കറാമ്പും പട്ടയും ഇപ്പോൾ ഇട്ടിട്ടില്ല, നമ്മൾ ഉള്ളി മാത്രം ഇട്ടിട്ടാണ് വറുക്കുന്നത്. ജസ്റ്റ് നല്ലപോലെ ഒന്ന് വറുക്കുക. പിന്നെ കുറച്ചൊന്ന് ആയതിൻ്റെ ശേഷം നമ്മളത് രണ്ടും കൂടി ഇടുക. പിന്നെ കറിവേപ്പില ഇടുക. എന്നിട്ട് പെരുംജീരകം കേട്ടോ. പെരുംജീരകം എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. പെരുംജീരകം എന്തായാലും വേണം, എന്നാലും അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുള്ളൂ. വറുത്തരച്ചതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ ആ വറുത്തരച്ചതിൻ്റെ ഒരു സ്മെല്ല്. നമ്മളിങ്ങനെ വറുക്കണ ആ ഒരു സ്മെല്ല് നമ്മളെ വീട്ടിൻ്റെ അടുത്തും അടുക്കളയിലൊക്കെ നല്ലോണം ഉണ്ടാവും. ഞാൻ ഈ കറി ഉണ്ടാക്കിയതിൻ്റെ ശേഷമില്ലേ, കറി ഉണ്ടാക്കി നമ്മൾ അപ്പുറത്തേക്കൊക്കെ പോയി ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടും അടുക്കളയിൽ വരുമ്പോൾ ഈ കറിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അതാ നമ്മളത് വറുത്തതാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാതാണ് കേട്ടോ ഇറക്കേണ്ടത്. വെള്ളം ചേർക്കാണ്ട് ഇറക്കുക. ഈ ഒരു പരുവത്തിലാവും. വെള്ളം ചേർക്കാണ്ട് ഇറക്കുക, വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരയാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. ആ ചൂടിൽ തന്നെ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ നല്ല പോലെ അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളൂ. കമൻറ്റ് ബോക്സ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയിൽ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വറുത്തരച്ച കൂട്ടത്തിലേക്ക് ഒഴിക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വറുത്തരച്ച കൂട്ടൊക്കെ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൽ വെള്ളമൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ചൊരു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇത് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വറവിടാം കേട്ടോ. വറവിടാനും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. ഞാൻ 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയിൽ വറവിട്ടാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അത് നമ്മൾ എന്ത് മീൻ കറിയും ചിക്കൻ കറിയൊക്കെ വറവിടുമ്പോൾ ഒരു ചെറിയ ഉള്ളിയിൽ വറവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ.
അപ്പോൾ ഇതാ അതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് നമ്മൾ നല്ലോണം ഫ്ലെയിമൊക്കെ ഓഫാക്കി നമ്മളിത് ഇതിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്യാണ്ടിരിക്കരുത്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പേരെന്നറിയില്ല, പച്ചക്കറി പീടിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് പോയി വാങ്ങുക കേട്ടോ, അതൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷേ എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇതെന്താ സംഭവം. കറി വെക്കുന്നതാണെന്ന് അറിയാം, പക്ഷേ എന്തായാലും കറി വെച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കറി വെക്കാട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് അറിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ലാസ്റ്റിലേക്ക് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ലാസ്റ്റിലേക്ക് മല്ലിച്ചപ്പ് ഇട്ടിട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ കറിയൊക്കെ ദിവസം വെക്കുന്നതിന് പകരം ഇതൊന്ന് വെച്ച് നോക്കൂട്ടോ. എന്തായാലും വെച്ച് നോക്ക്. കാണുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഇല്ലേ കാണാൻ. അപ്പോൾ ഇതാ ചോറിന് ഈ ഒരു കറി മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തായാലും അറിയിക്കാം. എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതന്നെ ആയിരിക്കും ഉണ്ടാക്കി വെക്കുക. അവർ ചിക്കൻ അതൊന്നും വാങ്ങൂലല്ലോ. അപ്പോൾ എന്തായാലും തന്നെ ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.